ആളെ അകത്താക്കണം. ഇങ്ങനെയുള്ള സാമൂഹിക വിപത്ത്. അതുമല്ല പിള്ളേരിലേക്ക് MDMA കച്ചവടം ചെയ്യുന്നത്. ഇത് ശാലിം പറയണം. അദ്ദേഹം പറഞ്ഞ റെക്കോർഡടക്കം നമ്മളെ ഉണ്ട്. അയാൾ പറഞ്ഞിട്ടുണ്ട് സർജറി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ എടുത്തപ്പോഴത്തേക്കിനും ഇങ്ങനെ പീഡനം നടന്നതായിട്ട് തെളിവില്ല. അപ്പോൾ ഇവനെ ഇത്രയും തെളിവുകൾ കൊടുത്തിട്ട് നിയമ നടപടികൾ എടുക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങൾ അനുഭവിച്ച അന്നത്തെ ഒരു വേദനയുണ്ട്. ഞങ്ങളെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് വിളിച്ചു, വീട്ടുകാരെ വിളിച്ചില്ല. വീട്ടുകാർ പെരേരയുടെ ഒരു ഗേൾസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണത് ഫാൻസ് എന്ന് പറയുന്നത്? എന്താ സംഭവം? ഗേൾസ് അല്ലാട്ടോ, അത് ബോയ്സ് തന്നെയാ. അത് കാരണം എന്ന് വെച്ചാൽ പെരേര പൊട്ടത്തിറക്കി ചെന്ന് ചാടരുത്. അല്ല, ഗേൾസ് അല്ല, അത് വല്ല ആണുങ്ങൾ തന്നെയാ. ഗേൾസ് അല്ലാതെ തനിക്ക് കല്യാണം ഉണ്ടെന്നല്ല, അതൊക്കെ ഫേക്ക് ആണത്. അതിനുശേഷം പുള്ളിക്കാരി സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ എത്തേ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എന്നെ സ്റ്റേഷനിലോട്ട് വിളിക്കരുത്, വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും, എന്നെ അങ്ങോട്ട് വിളിപ്പിക്കരുത്, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറയാം. ഒരു പ്രതി അല്ല, ഇവര് വേറെ എന്തെങ്കിലും പൈസ ചോദിക്കുമോ അങ്ങനെ വല്ല ഇന്റൻഷനും ഉണ്ടോ അവർക്ക്? കാരണം ഞങ്ങൾ പവർ ഗ്രൂപ്പാണെന്ന്. ശരിയാ, ഞങ്ങൾ പവർ ഗ്രൂപ്പ് തന്നെ. ഈ 5 പേർക്കെതിരെ ഇത്രയും വിഷയം വന്നിട്ട് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ മറക്കത്തില്ല. കാരണം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ വിളിച്ച് ഈ തെറിയുടെ മേനെയാണ്. അതായത് രാത്രി 2 മണിക്കൊക്കെ വിളിച്ച് തെറി പറയാം. അത് നമ്മൾ തിരിച്ച് തെറി പറയുമ്പോൾ നമ്മൾ പറയണ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് അവന്മാർ ഫേസ്ബുക്കിലിട്ട് ഭയങ്കര ഇതിൽ വേറൊരാളാണെങ്കിൽ വല്ല ആത്മഹത്യ. കാരണം അന്ന് വന്നപ്പോഴും എൻ്റെ ഫോട്ടോ ആണ് വലിയ കാണിച്ചത്. ഒരു ദിവസം മുഴുവൻ ചാനലുകളിൽ എൻ്റെ ഫോട്ടോ കാണിച്ചത് ആറാട്ടർ എന്ന് പറഞ്ഞു. ഇന്നാൾ വന്നപ്പോഴും യൂട്യൂബർ സന്തോഷ് വക്കീൽ എന്ന് പറഞ്ഞാണ് 24 ന്യൂസ് വീണ്ടും വന്നത്. ഞങ്ങൾ 24 ന്യൂസ്, മനോരമ, ഏഷ്യാനെറ്റ് ഇവർക്കെല്ലാം ഡിഫമേഷൻ കേസ് കൊടുക്കാൻ പോവുകയാണ്. ട്രാൻസ്ജെൻഡർ, സ്മാർട്ട് പിക്സ് മീഡിയ, മലയാളി വാർത്ത എല്ലാവർക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കുകയാണ്. ആദ്യം സംസാരിച്ചത് പുള്ളി ഹലോ നിങ്ങളിതുപോലെ ഫേസ്ബുക്കിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഇവരാരായിട്ടാ വിളിക്കുന്നത്? ഒരു കുട്ടിയുടെ അമ്മ എന്നുള്ള വ്യാജേനയാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടോ? റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. ഉണ്ട്. ഓക്കെ. കുട്ടിയുടെ അമ്മയാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് ആളുടെ ടോൺ മാറി. ആള് നല്ല എനിക്ക് മദ്യപിച്ച് നല്ല കണ്ടിരിക്കുന്ന ടൈമുണ്ട്. കാരണം ലാസ്റ്റ് എന്തൊക്കെയോ വൃത്തിയുടെ രീതിയിലാക്കി എന്റെ ഫാമിലി വിഷയത്തിലൊക്കെ ഇടപെടാൻ തുടങ്ങിയവര്. ഫാമിലി വിഷയത്തിൽ ഇടപെട്ടു. പിന്നെ നിങ്ങളെ പറ്റി നിങ്ങളുടെ കൂടെ നടക്കണോണ്ടും നിങ്ങളെ പറ്റി ഭയങ്കര നെഗറ്റീവ്. അവരെ ട്രാപ്പ് ചെയ്യും. അവരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ അകത്ത് കയറ്റുമെന്നുള്ള സംഭവം ഉണ്ടായ ശേഷം ഒരാൾ പീഡിപ്പിപ്പ് കിട്ടും. ഓക്കെ, 5 വർഷം പീഡിപ്പിച്ച ഒരാൾ ഈ പറഞ്ഞ വ്യക്തിക്ക് കേസും രജിസ്റ്റർ ചെയ്തു. ഇതിന് ശേഷം ഈ പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ പോലെ ട്രാൻസ് വുമൻ, നമ്മൾ പേര് പറയുന്നില്ല, ഈ ട്രാൻസ് വുമൻ എല്ലാ ചാനലിലും കയറി ഇരുന്നിട്ട് ഇന്റർവ്യൂ ആണ് കൊടുക്കുന്നത്. അതെ, അതും ബ്ലറില്ല. ഫേസ് ഓരോ ഇന്റർവ്യൂലും ഓരോന്ന് പറയുന്നത്. അതെ, ഓരോ ഇന്റർവ്യൂലും ഇതിന്റെ അകത്ത് കൊണ്ടാൽ അതിടും. അപ്പൊ ഞാൻ പറഞ്ഞ ഇത്രയും തെളിവുകൾ കൊടുത്തിട്ട് എന്തുകൊണ്ട് മാധ്യമം ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ല? അതാ ഞാൻ ചോദിക്കുന്നത്. ഏത് നിയമം നമുക്ക് വേണ്ടി സംസാരിച്ചു? ഞാൻ ചോദിക്കുന്നത് ഇത്രയും ഇതിലൊരാൾ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ ആരെന്ത് ചെയ്യാന്? ഇതിലൊരാൾ ആത്മഹത്യ ചെയ്ത് നിയമം മാറണം. ഇവിടെ ആൺപിള്ളേർക്ക് നീതി കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു പെണ്ണ് പ്രേമിച്ച് നടക്കുന്നു. അവളെ നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ പല ഇതുണ്ടാവും. ഉടനെ അവളെ ചതിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ വഞ്ചനാക്കുറ്റത്തിന് അല്ലെങ്കിൽ അകത്താവുക. എത്ര ആൺപിള്ളേരെ പെൺപിള്ളേർ തേക്കുന്നു, എത്ര ഒരു ആത്മഹത്യ ചെയ്യുന്നു. ആർക്കെങ്കിലും നീതി കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും അവകാശങ്ങളുണ്ടെങ്കിൽ അങ്ങനെ തുല്യത വേണം എല്ലാവർക്കും. ഒരാൾ വന്ന് പറഞ്ഞ ഒരു തെളിവ് ഇല്ലാതാണ് ഇത്ര നാണം കെട്ട ഞങ്ങൾ. ആരും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനില്ലായിരുന്നു. ഇപ്പം ഇത്രയും പേര് വന്ന് ഞങ്ങൾക്ക് വേണ്ടി. ഒരു ഓൺലൈൻ മാധ്യമങ്ങളും വന്നില്ല. ഒരു കാര്യമുണ്ട്, നമ്മൾ തെളിവ് കൊടുത്തിട്ട് പോലും ഇവിടെ മീഡിയാസ് ആരും നമ്മുടെ. അതെ, അവർക്ക് അത് വേണ്ട, അവർക്ക് ആവശ്യമില്ല. അവർക്ക് നെഗറ്റീവാണ് വേണ്ടത്. അതാ ഞാൻ പറയാം, ഒരു മാധ്യമം ആർക്ക് നീതി മേടിച്ചു കൊടുക്കുന്നില്ല. അവർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് നെഗറ്റീവാ. നിയമപാലം അവനെതിരെ എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? അവൻ ഇത്രയും പേരെ നിയമത്തിനെ, കോടതിയെ, മജിസ്ട്രേറ്റിന് മുന്നിൽ ചെന്ന് വരെ പറഞ്ഞു അവനെ പീഡിപ്പിച്ചു. മെഡിക്കൽ എടുത്തപ്പോൾ എന്തോ പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് പറഞ്ഞു. എന്നിട്ടും അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണ്? അത് ഇത്രയും 24 ചാനലാണ് ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്നത്. ഇവരുടെ ചാനൽ റേറ്റിങ്ങിന് വേണ്ടി ഇത്തരത്തിലുള്ള മ്ലേച്ഛമായിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കി. ഇതിനപ്പുറമുണ്ട് കൊച്ചി നഗരത്തിൽ. ഞാൻ പറഞ്ഞുതരാം, ഞാൻ കുറേ കാലമായിട്ട് കൊച്ചിയിലുള്ള ആളാണ്. കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ സിനിമ ബന്ധമായിട്ട് കാര്യങ്ങളുടെ ബന്ധം ഇഷ്ടംപോലെ കണക്ഷൻസ് ഉണ്ട് നമുക്ക്. ഈ കൊച്ചിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇവർക്ക് താല്പര്യമില്ല. ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇവിടെ. ഇതൊന്നും അവർക്ക് താല്പര്യമില്ല. ഈ ഫേക്ക് കേസാണ്. അതെ, അവർക്ക് വാർത്ത കിട്ടാൻ വേണ്ടി, അത് എല്ലാവർക്കും വാർത്ത കിട്ടാൻ വേണ്ടി അത് ചെയ്യും.
സിനിമാ നടന്മാർക്ക് സെൻസേഷണൽ ആക്കാനുള്ള ഒരു കാര്യം പറയട്ടെ ബ്രേക്ക്. വിഷയം വന്നപ്പോ നമ്മുടെ വിഷയങ്ങൾ എടുത്തിട്ട് അലിൻ ജോസ് പെരേരയെ സന്തോഷ് വർക്കി നമ്മൾ ആൾക്കാർ ബൂസ്റ്റപ്പ് ആവും. ആ ഒരു ദിവസം ഫുള്ളായിട്ട് രാത്രി 10 വരെ ന്യൂസിൽ നമ്മളെ കാണിച്ച് നമ്മുടെ ചെയ്തോദം ചെയ്യാൻ നോക്കി, എല്ലാം നശിപ്പിക്കാൻ നോക്കി. കാരണം ഒരുപാട് ഇപ്പോൾ എൻ്റെ ഫാമിലിയുടെ ലാൽമനങ്ങളുണ്ട്, ജോർജങ്ങൾ വരെ ചോദിച്ചു കാരണം ചെയ്തോ ഇല്ലയോ. എല്ലാം എൻ്റെ ഉണ്ട്. മറ്റൊരു കൊടുത്ത കോപ്പി ഞാൻ കാണിച്ചായിരുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം പറയട്ടെ. എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായതാണ്. പ്രദീപിന്റെ യുദ്ധം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം പ്രദീപിന്റെ ഒരു മിനിറ്റ് ഒരു സംഭവം എന്നെ വേദനിപ്പിച്ചൊരു സംഭവം ഉണ്ടായതില്. ഒരു കാര്യം അനിൽജി എനിക്കൊരു അനുഭവം ഉണ്ടായത്. എന്നെ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ച് എന്റെ പടം വരെ വെച്ച് പറയട്ടെ അനിൽജി എന്ന് പറയട്ടെ. എന്നെ ഉണ്ടല്ലോ, എന്നെ ബേസ് ചെയ്ത് എനിക്കൊരു പ്രോഗ്രാം കിട്ടി. ആ പ്രോഗ്രാമിൽ എന്നെ ബൂസ്റ്റ് ചെയ്ത് കിട്ടിയ പരിപാടിയാണ്. പക്ഷെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ അവന് അത് പറഞ്ഞിട്ട് വിളിക്കുക, അല്ലെങ്കിൽ അവന് പെട്ടെന്ന് എന്താന്ന് പറഞ്ഞു. ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. ഹലോ, പ്രദീപേ നമസ്കാരം, അഭിലാഷ് ഏട്ടയാണ്. എടാ ഞങ്ങളിപ്പോൾ ചെറുതായിട്ടേ ഒരു ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചാനലിന്. അതായത് ഞങ്ങൾ ആവശ്യമില്ല ആറാട്ടൻ പെരേര, അതുപോലെ അറിയാലോ വിനീതേട്ടൻ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കേസ് ഉണ്ടായല്ലോ കഴിഞ്ഞ ദിവസം. നമ്മുടെ ഞങ്ങൾ പവർ ഗ്രൂപ്പാണെന്ന്. ശരിയാ, ഞങ്ങൾ പവർ ഗ്രൂപ്പ് തന്നെ. ഈ 5 പേർക്കെതിരെ ഇത്രയും വിഷയം വന്നിട്ട് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ മറക്കത്തില്ല. കാരണം എല്ലാവരും കേൾക്കുന്നുണ്ട് ഒരു വ്യക്തി കേസ് കൊടുത്തത്. അപ്പം പ്രദീപിനെ വിളിച്ചിട്ട് പറഞ്ഞില്ലായിരുന്നു ഒരു ദിവസം എന്നെ ഞങ്ങളെ മാറ്റണം എന്ന് വരെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയില്ലായിരുന്നോ? ട്രാപ്പ് ചെയ്യാനൊക്കെ നോക്കിയില്ലായിരുന്നു ഈ വ്യക്തി? പക്ഷെ എന്റെ വൈഫ് അത് ഓൾറെഡി വൈഫും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വൈഫ് പറഞ്ഞത് ഒരു ട്രാപ്പാണെന്ന് പറഞ്ഞ്. എനിക്കത് ആദ്യം അറിയില്ലായിരുന്നു. പിന്നെ നിങ്ങളെ പറ്റി ഭയങ്കര നെഗറ്റീവ് പറഞ്ഞു. അഭിലാഷ് ചേട്ടനെ ശരിക്കും പറഞ്ഞ നേരിട്ട് കണ്ടിട്ടില്ല എന്നാ അവര് പറയണത്. പക്ഷെ എന്നാലും അഭിലാഷ് ചേട്ടനെ ട്രാപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല എന്നല്ല ആ വ്യക്തി പറഞ്ഞേ. നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും അഭിലാഷ് ചേട്ടനെ ട്രാപ്പ് ചെയ്യും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഇപ്പൊ നമ്മുടെ പറഞ്ഞോ അലിനെ ഭയങ്കരമായിട്ട് വൃത്തിയുടെ രീതിയിൽ സംസാരിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു അലിനെ നിങ്ങളുടെ അടുത്ത് വല്ല മോശമായിട്ട് ബിഹേവ് ചെയ്തെന്ന് വെച്ചു. അപ്പൊ ഇല്ല, പക്ഷെ എന്നാലും എനിക്ക് അലിനെയും ട്രാപ്പ് ചെയ്യണം, അവനെയും കൊടുക്കുന്നേ. അപ്പൊ ആ രീതിയിലാണ് പുള്ളിയാണോ പുള്ളിക്കാരിയാണോ നമുക്കറിയില്ലല്ലോ. അപ്പൊ അതൊരു ഇതുണ്ട്. അപ്പൊ എന്നെ മെസ്സഞ്ചറിലൂടെ ഇങ്ങനെ മെസ്സേജ് ചെയ്ത് ഇങ്ങനെ ചാൻസ് ചോദിച്ചിട്ടാണ് വിളിച്ചത്. അപ്പൊ ഞാൻ നോർമലി നമുക്ക് മെസ്സഞ്ചറിലൂടെ ഒരുപാട് പേര് ഇങ്ങനെ ചാൻസ് ചോദിക്കുന്നത് അതേപോലെ ഒരാളായിരിക്കും എന്ന് വെച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷെ എങ്ങനെ നമ്മളെ ജോലിയും കൂലി ഇല്ലാണ്ട് നടക്കണ കുറേ ചെറുപ്പക്കാർ പിള്ളേര്, ഈ എന്താ പറയുക, ഇപ്പം തിന്ന് നടക്കണ കുറേ പേരില്ലേ, അങ്ങനെയുള്ളവന്മാർ വെറുതെ നേരം പോക്കിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ആറാട്ടിൻ്റെ ലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അതിൽ 100 തവണയെങ്കിലും ഞാൻ ലെഫ്റ്റായി പോന്നിട്ടുണ്ട്. എന്നാലും ലെഫ്റ്റായി പോന്നാൽ ഇവരെ ആഡ് ചെയ്യും, വീണ്ടും ആഡ് ചെയ്യും, അല്ലെങ്കിൽ ലിങ്ക് ചിട്ട് തരും, കയറ് അങ്ങനെയൊക്കെ ആലോചന. ലാസ്റ്റ് എന്തൊക്കെയോ വൃത്തിയുടെ രീതിയിലാക്കി എന്റെ ഫാമിലി വിഷയത്തിലൊക്കെ ഇടപെടാൻ തുടങ്ങിയവര്. ഫാമിലി വിഷയത്തിൽ ഇടപെട്ടു. പിന്നെ നിങ്ങളെ പറ്റി നിങ്ങളുടെ കൂടെ നടക്കണോണ്ടും നിങ്ങളെ പറ്റി ഭയങ്കര നെഗറ്റീവ്, അവരെ ഞാൻ ട്രാപ്പ് ചെയ്യും, അവരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളെയും അകത്ത് കയറ്റും എന്നുള്ള അവര് ചുമ്മാ കണ്ടിട്ട് പോരില്ല നീ ആറാട്ട് പേര് ഞാൻ അറിയാലോ. അപ്പൊ ഇയാളെ എങ്ങനെ ഇയാൾക്കെതിരെ വല്ല പരാതി അങ്ങനെ വല്ല പോലീസുമായിട്ടൊന്നും? എടാ അല്ലേട്ടൻ ചോദിക്കണം നമ്മുടെ ചെകുത്തല്ലേ അനിലേട്ടൻ, മനസ്സിലായില്ലേ? അജി ചേട്ടൻ സോറി. വല്ല കേസിലോ അങ്ങനെ വല്ല പരിപാടി പറഞ്ഞിട്ടുണ്ടോ? ഇതിനെ കൊടുക്കുമെന്ന് പറഞ്ഞോളൂ. പ്രദീപിനെ കേസിൽ കൊടുക്കുമെന്ന് വല്ലതും പറഞ്ഞോ? പറഞ്ഞു. ഓ, അവൻ കേസൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ അല്ലേ? ഇല്ല. മാറ്റം ചെയ്തുള്ളൂ. ഇതിന്റെ തെളിവുകൾ വല്ലതും ഉണ്ടോ കയ്യിൽ? ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ ഓഡിയോയോ ചാറ്റോ? ഓഡിയോ ഉണ്ടാവും, നോക്കണം. കാരണം അവള് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആണല്ലേ? വൈഫ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഗുണം ചെയ്യും. പുള്ളി എന്തുണ്ടല്ലോ വൈഫിന്റെ ഫോൺ കൊടുക്കും. ആര് വിളിച്ചു കഴിഞ്ഞാൽ കാസ്റ്റിംഗ് കോൾ ആണെങ്കിലും കൊടുക്കും. അടുത്ത ആള് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ പരുമലയിൽ ഇതുപോലെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അതിൽ നമ്മളൊരു ചേട്ടൻ അനിയച്ചേരെ വിളിച്ച്, വിഷ്ണു ചേട്ടാ, അന്നത്തെ ആ ഒരു സംഭവം പറയുമോ?
തീർച്ചയായിട്ടും പറയട്ടെ, കാരണം നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായ കാര്യമില്ല, നമ്മൾ തീർച്ചയായിട്ടും പറയട്ടെ. ഹലോ, കേൾക്കുന്നുണ്ട് പറഞ്ഞോ. അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് പറഞ്ഞാല് നമ്മുടെ മണ്ണിടിച്ചിലുണ്ടായി, നമുക്ക് വയനാട്ടിൽ ദുരന്തം നടന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിന് അടുത്തത് എൻ്റെ അനുജനാണെങ്കിൽ അവൻ ടൂറിസ്റ്റ് ബസ്സിലെ സ്റ്റാഫാണ്, ബസ്സിൽ ഓടുന്ന ആളാണ്. അപ്പൊ ആളിന് ഇപ്പൊ ഞങ്ങൾ കല്യാണമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ ആള് കല്യാണത്തിന് ഇപ്പോഴേ കഴിക്കുന്നില്ല എന്നുള്ള ചിന്തയായിരുന്നു. അപ്പൊ നമുക്ക് നാടൻപാട്ടിന്റെ കലാസംഘത്തിന്റെ ഒരു ഇതുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ വെറുതെ പറഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും അനാഥമുള്ള കുട്ടി ഉണ്ടെങ്കിൽ അതൊക്കെ കെട്ടിക്കൊണ്ട് ഞങ്ങൾ തമാശ രൂപേണ പറഞ്ഞ് ആളത് കാര്യമായിട്ട് എടുക്കുകയും ഞങ്ങളത് ഫേസ്ബുക്കിൽ ജസ്റ്റ് എൻ്റെ അളിയൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് ഞങ്ങളത് പോസ്റ്റ് ചെയ്തത്. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ ഫോണ് അന്ന് എൻ്റെ ബാലൻസ് തീരുന്നതായിരുന്നു. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ബാലൻസ് തീർന്ന് ആ ഇതുണ്ടായിരുന്ന കട്ടായിപ്പോയി. അതിനകത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു നമ്പർ. എനിക്ക് 2 നമ്പറുണ്ട്, അതിലൊരു നമ്പർ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന നമ്പറിൽ ഇല്ലാത്ത നമ്പറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേട്ടാ ഞാൻ ചോദിക്കാം. അതെ, ഇയാള് ആദ്യം നിങ്ങളെ വിളിക്കുന്നത് ഈ നിങ്ങൾ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് എന്തോ ആദ്യം പറയുന്നേ? അതെ, ഡയറക്റ്റ് സംസാരിക്കുന്നത് പറഞ്ഞാൽ ആദ്യം സംസാരിച്ചത് പുള്ളി, ഹലോ, ഇത് നിങ്ങൾ ഇതുപോലെ ഒരു ഫേസ്ബുക്കിൽ ഒരു പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കുട്ടിയെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ അത് ഇവരാരായിട്ടാ വിളിക്കുന്നേ? ഇവര് കുട്ടിയുടെ അമ്മ എന്നുള്ള വ്യാജേനയാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടോ? റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. ഉണ്ട്. ഓക്കെ. അപ്പം ആദ്യം സംസാരിക്കുന്ന കുട്ടിയുടെ അമ്മയാണ് എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് ആളുടെ ടോൺ മാറി. ആള് നല്ല രീതിക്ക് മദ്യപിച്ച് നല്ല കണ്ടിരിക്കുന്ന ടൈമുണ്ട്, കാരണം കഴിച്ചിട്ടുണ്ട് അതിൽ. അപ്പം ആള് സംസാരിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ ഒരു കുട്ടിയുണ്ട് എന്നിട്ട് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ആളുടെ ടോണ് മാറി വന്നിട്ട് പറഞ്ഞു അത് കുട്ടിയല്ല, നിങ്ങൾ ഇങ്ങനെ പരസ്യം ചെയ്യാവോ, ഇപ്പം എനിക്കാണ് കല്യാണം, എനിക്ക് നിങ്ങളെന്താ കുഞ്ഞു പിള്ളേരെ നോക്കുന്നുള്ള കല്യാണം കഴിക്കും, ഞങ്ങൾ പറഞ്ഞ ചെറുതല്ലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഇത്ര 10-30 വയസ്സുണ്ട്, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ പറയുന്നത്, മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. വന്നപ്പോഴത്തേക്ക് ഇവര് പറഞ്ഞു നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കി വൈറലാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറഞ്ഞോട്ട് സംസാരിച്ചു തുടങ്ങി. സിസ്റ്ററാണ് സംസാരിച്ചത്. സിസ്റ്ററിനെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കി വേറെ ഇതാകെ നിൽക്കുകയല്ലേ, നിങ്ങളും അതാണ്. സിസ്റ്റർ പറഞ്ഞു നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കരുത്, എന്റെ ആങ്ങളുടെ കാര്യത്തിന് ഞങ്ങൾ തീരുമാനം എടുത്തോളാം, വെറുതെ നിങ്ങൾ പുറത്തുനിന്ന് വന്ന ഒരാൾ ഇങ്ങനെ അഭിപ്രായം പറയണ്ടെന്ന് പറയുമ്പോൾ അല്ല പറയും ഓക്കെ. അത് കഴിഞ്ഞ് ഇനിയേ വേറെ കാര്യം, ഈ നിങ്ങളുടെ സഹോദരനാണോ ആരുടെ കൂടെ കുറെ വർഷങ്ങളൊക്കെ ഇയാള് താമസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞത് പിന്നീട്? അങ്ങനെ പിന്നീട് ഈ ആളിന്റെ പിന്നീട് ടോണ് മാറിയിട്ട് പറഞ്ഞത് നിങ്ങളുടെ അനുജൻ എന്ന് പറഞ്ഞ ആള് ഈ 2 വർഷം എന്നെ കല്യാണം കഴിച്ച് 2 വർഷം എന്റെ കൂടുതൽ എറണാകുളത്ത് താമസിച്ചാണ് എന്നെ അവിടെ വെച്ച് കല്യാണം കഴിച്ചതിന്റെ റെക്കോർഡുണ്ട്, അതിന്റെ റിപ്പോർട്ട് അതിന്റെ പേപ്പറെല്ലാം എന്റെ ഉണ്ട്, എന്നെ കല്യാണം കഴിച്ചതാണ്, 2 വർഷം എന്റെ കൂടെ താമസിച്ചാണെന്ന് പറഞ്ഞോട്ട് ഞാനതിന്റെ മീഡിയയുടെ മുന്നിൽ വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ മീഡിയയുടെ മുന്നിൽ വന്നു, നിങ്ങൾ മീഡിയയുടെ മുന്നിൽ വാ, നിങ്ങൾ മീഡിയയുടെ മുന്നിൽ വന്നെങ്കിലേ ഞങ്ങൾക്ക് അത് അവരോട് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതുവരെ എന്റെ അനിയൻ എറണാകുളത്ത് പോയിട്ടില്ല. അവര് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ബസ്സിൽ ടൂറിസ്റ്റ് ബസ്സിലെ സ്റ്റാഫാണ്, അവർ ഓട്ടം പോകാറുണ്ട്, അവര് പാക്കേജ് ഓട്ടമാണ് ഏറ്റവും കൂടുതലുള്ളത്. ടൂറിന് ഓട്ടം പോകാറുണ്ട്, നേരെ തിരിച്ച് വീട്ടിൽ വരും, വേറെ ഒരു ഇതൊന്നുള്ള പയ്യനല്ല. അവന് എറണാകുളത്ത് 2 വർഷം അതിന്റെ കൂടെ താമസിച്ചെന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് അല്ലല്ല, അതിനകത്ത് എനിക്ക് ഈ സംഭവം അറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരോടൊപ്പം സംസാരിക്കുന്നത് അയാളല്ല അല്ലേ, താനല്ലേ സംസാരിച്ചത്? അതായത് ഇവള് പറയുന്ന കൂടെ താമസിച്ചു എന്ന് പറയുന്ന ആളോടല്ല ഇവള് സംസാരിച്ചോണ്ടിരുന്നത്. അല്ല, എന്റെ അനുജനാണെന്ന് പറഞ്ഞിട്ട് അനിയൻ അന്ന് ബാംഗ്ലൂർ ഓട്ടം പോയേക്കാണ്. അന്ന് അനിയൻ ബാംഗ്ലൂർ ഓട്ടം പോയപ്പോ എന്റെ പെങ്ങളാണ് പറഞ്ഞത് ചേട്ടാ ഇതുപോലെ വിളിച്ചിട്ട് ഒരു സ്ത്രീ വിളിച്ചിട്ട് ഇതുപോലെ സ്ത്രീ ആണെന്ന് പറയുന്നത്, അവര് പിന്നെ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ നേരത്തെ എന്നെ വിളിച്ചിട്ട് അനിയനാണെന്നുള്ള അനിയന്റെ സെയിം ടോണിലാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ഹലോ എന്റെ വീട്ടിലൊക്കെ വിളിച്ചില്ലെന്ന് പറഞ്ഞ് സംസാരിച്ചപ്പോ നിങ്ങൾ നിന്നെയും കൊണ്ടേ ഞാൻ പോകുള്ളൂ, നിന്നെ എനിക്ക് വേണം നിന്നെ ഞാൻ കളയത്തില്ലടാന്നൊക്കെ പറഞ്ഞിട്ട് നീ ചതിച്ചല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്റെ ഫ്രണ്ട്സ് നിന്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു നിന്റെ ഹസ്ബൻഡ് അല്ലേ, ഇപ്പൊ നിന്നെ ചതിച്ചിട്ട് പോയിട്ട് മറ്റൊരു വിവാഹം കഴിക്കാൻ നിൽക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഫേസ്ബുക്കിൽ അവരെ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഇപ്പൊ ഞങ്ങളുടെ നമ്പർ എടുത്ത് വിളിച്ചെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അതിനുശേഷം നമ്മള് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അതിനുശേഷം പുള്ളിക്കീട് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ എസ് ഐ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എന്നെ സ്റ്റേഷനിലോട്ട് വിളിക്കരുത്, വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും, എന്നെ അങ്ങോട്ട് വിളിപ്പിക്കരുത്, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറയാം. ഒരു പ്രതി അല്ല, ഇവര് വേറെ എന്തെങ്കിലും പൈസ ചോദിക്കുമോ അങ്ങനെ വല്ല ഇന്റൻഷനോ ഉണ്ടോ അവർക്ക്? അവർക്ക് പൈസ ചോദിക്കണം. ഇവര് മീഡിയയുടെ മുന്നിൽ വരും, നമ്മളെ ഭീഷണിപ്പെടുത്താൻ നിർത്തി ഒരുപാട് നമ്മളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്തോണ്ടിരിക്കുക. കാരണം അവർക്ക് എങ്ങനെയും അവർക്ക് വൈറലാവണം, എന്നിട്ട് അവർ നമ്മുടെ ക്യാഷ് തട്ടാനുള്ളതായിരുന്നു. കാരണം നമ്മുടെ തട്ടാൻ വന്നു കഴിഞ്ഞിട്ട് ഒരു ഇത് കിട്ടുന്നില്ല. കാരണം നമ്മൾ
നിയമപരമായിട്ട് തന്നെ പോവുക. ഇവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻസിഡന്റ് പറയുന്ന ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ ചാനലിൽ മനോരമ ന്യൂസിന്റെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ വന്ന ആ മേഡത്തിന്റെ ഇടയ്ക്ക് റിപ്പോർട്ടിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞ ചിലരങ്ങനെയാണ് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് അവർ വൈറലാകാൻ ശ്രമിക്കുന്നതാണ്, നിങ്ങളെ കുരുക്കിയിട്ട് വെക്കുന്ന പോലെ നിങ്ങൾ അതിലങ്ങ് ചെന്ന് ഞാലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അങ്ങനെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വളരെ ഇതായി പോകും എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് ഞാൻ പറഞ്ഞു ശരി മേഡം നിങ്ങൾ അങ്ങനെ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും പറ്റുന്നത്. കാരണം എന്തുകൊണ്ടും നല്ലത് അതാണ്. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അത് അവരുടെ രീതിയാണ്. സോഷ്യൽ മീഡിയ അല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞങ്ങൾ ആ ഒരു മൈൻഡിലെ ഞങ്ങൾ അന്ന് എടുത്ത് വിട്ടതാണ്. പക്ഷെ അതിനുശേഷമാണ് ആളിങ്ങനെ നമ്മളെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നത്. വെറുതെ വിളിച്ച് ശല്യം ചെയ്യും അല്ലേ? ആ എന്റെ ഹസ്ബൻഡിന്റെ താടി എന്ന് പറഞ്ഞോണ്ട് പെങ്ങളുടെ ഫോണിൽ വിളിച്ചിട്ട് പറയാൻ വേണമെന്ന് പറഞ്ഞോണ്ട്. ഇതാണ് അവരുടെ മോട്ടിവേഷൻ എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇവര് ക്യാഷ് ആണോ എന്താണെന്ന് അറിയത്തില്ല. ഇവര് മെയിനായിട്ട് പറയുന്നത് അനിയനെ അവർക്ക് വേണം, അവരുടെ 2 വർഷം കൂടെ താമസിച്ചതാണ്. ഇതും ഈ സംഭവം നടക്കുന്നത് നിങ്ങളുടെ സംഭവം നടക്കുന്ന തമ്മിൽ എത്ര ദിവസത്തെ വ്യത്യാസമൊക്കെ ഉണ്ട്? അതായത് ഒരു ചേട്ടാ നമ്മൾ പോസ്റ്റ് ഇട്ട് 5-ന് ഓഗസ്റ്റ് 5-ന് 6-ന് പോസ്റ്റ് ഇടുന്നു, 9-ാം തീയതി ഇവർ ഇന്റർവ്യൂ വരുന്നു. ആ ഇന്റർവ്യൂ കണ്ടിട്ടല്ലേ ചേട്ടൻ കമന്റ് ചെയ്യുന്നത്? അതല്ല ഞാൻ ചോദിച്ചത്, ഇവനെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് ഇവര്? അല്ല, അതിന് മുമ്പ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്കാണ് ഇവൻ ന്യൂസിൽ, അതായത് മീഡിയക്ക് മുന്നിൽ വരുന്നതിന് ഒരു 3 ദിവസം മുമ്പാണ് ഇവൻ ഈ പണി ഒപ്പിക്കുന്നത്. ഇവരുമായിട്ട് ഇവരുമായിട്ട് പണി ഒപ്പിച്ചിട്ട് അടുത്ത ഒരു ചാൻസ് കിട്ടിയപ്പോൾ നിങ്ങളുടെ അടുത്തോട്ടും വന്ന് ഇതേ പരിപാടി ചെയ്യുക. അതായത് ഒരു മാസം തന്നെ ഇതൊക്കെ നടന്നത്, ഒരു ദിവസങ്ങൾക്കുള്ളിൽ നടന്ന വ്യത്യാസം ഇത്. അതായത് പോസ്റ്റ് ഇട്ടിട്ട് 4 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഇങ്ങനെ വിളിച്ചു. പോസ്റ്റ് ഇട്ടതിന്റെ പിറ്റേ ദിവസവും വിളിക്കുന്നു. അതിന്റെ ഒരു 3-ാമത്തെ ദിവസമാണ് ഞാൻ ഇതുപോലെ ഇവനെ 2-ാം ദിവസം ഞാൻ ഇവനെ വിളിക്കുന്നു. പോസ്റ്റ് ഇട്ട് പിറ്റേ ദിവസവും വിളിക്കുന്നു. അതിന്റെ പിറ്റേ ദിവസം ഇതുപോലെ ഞാൻ ഇവന്റെ വീഡിയോ കാണുന്നതാണ്. ഒരു ഇതുവരെ കരയുന്നത്, എന്നെ കൊണ്ടുപോയി എന്നെ ഇതെല്ലാം കഴിച്ചു പറിച്ചു, എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ ഇവന്റെ ഫോട്ടോ ഞാൻ ഫേസ്ബുക്കിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി. ഇവന്റെ പേര് വെച്ചു, ഇവൻ പറഞ്ഞ പേര് വെച്ചിട്ട് നിർത്തി. പിന്നെ ഇവൻ വിളിച്ചതിന്റെ ഇവന്റെ ട്രൂ കോളറിൽ ഇവന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. അങ്ങനെ നിർത്തി ഞങ്ങൾ നോക്കിയിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി ഇവനെ കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വീഡിയോ ഇങ്ങനെ വന്നപ്പോൾ ഇവനിങ്ങനെ ഒരു ഷോർട്ട് ഇങ്ങനെ വന്ന് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഇതിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ ഞാൻ ഇതിന്റെ തൊട്ട് താഴെ ഞാൻ കമന്റ് ഇട്ടു, ഇവൻ കള്ളനാണ്, കാട്ടുകള്ളനാണ്, ഇവൻ ഇതുപോലെ ഒട്ടനവധി പേരെ പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾക്കും ഉണ്ടായ ഒരു സംഭവമുണ്ട്, ഇതിനെക്കുറിച്ച് ആര് ചോദിച്ചാലും തെളിവ് തരാമെന്ന് പറഞ്ഞ് ഞാൻ ഇതിന്റെ താഴെ കമന്റ് ഇട്ടപ്പോഴാണ് ഇതുപോലെ ഇവരെന്നെ ബന്ധപ്പെട്ടത്. അത് ചേട്ടാ ഇതുപോലെ ഇവരെ ഇടയിലുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആർക്ക് വേണമെങ്കിലും ഞാൻ എന്റെ തെളിവ് തരാം എന്ന് പറഞ്ഞാണ് ഞാൻ സംസാരിച്ചത് എന്നത്. അപ്പോഴാണ് അറിയുന്നത് ഇവൻ കൂടുതൽ ആളുകളെ ഇതുപോലെ ഇതിങ്ങനെ. ഇപ്പൊ മൊത്തം 3 പേരായി അല്ലേ നമ്മുടെ അറിവില്? ഉണ്ടാവണം. അതെ അതെ, ഇവനാണെങ്കിൽ ഭയങ്കര ഇതാ ഒരു സാമൂഹിക വിപത്താണ്. അതെ, ഒരുപാട് പേരുടെ ഇനി ആൾക്കാരെ പറ്റിക്കാൻ സാധ്യതയുള്ള ഒരാളെ പോലീസ് ആക്ഷൻ എടുക്കാത്തതിനകത്ത് പ്രശ്നമുണ്ട്. ഇപ്പൊ തന്നെ ഓൾറെഡി 3 പേരുടെ പരാതി ഉണ്ടല്ലേ? മറ്റയാൾ പരാതിപ്പെട്ടോ? പ്രദീപ് പരാതിപ്പെടണം. വിഷ്ണു ചേട്ടാ വിളിക്കാം. ഓക്കെ, താങ്ക് യു. ഒരു കാര്യം പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നമസ്കാരം. അല്ല, ഒരു കാര്യം പറയട്ടെ. നമസ്കാരം. ആറാട്ടണ്ണന്റെ ലോകം എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് കുറച്ച് പേര് ക്രിയേറ്റ് ചെയ്തു. ആറാട്ടണ്ണന്റെ ലോകം ഇല്ലേ? അതിനെക്കുറിച്ച് ഒരു കാര്യം ഞങ്ങൾക്ക് ഇവിടെ പറയാനുണ്ട്. കാരണം അണ്ണനെ ആഡ് ചെയ്തിട്ട് അണ്ണൻ്റെ പേരിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അണ്ണൻ പെർമിഷൻ വാങ്ങിയിട്ടില്ല. അണ്ണൻ ഇത് കേസ് കൊടുത്തു, കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു. വീണ്ടും അണ്ണൻ്റെ പേരിൽ ഗ്രൂപ്പുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ളവരെ പിടിച്ച് അതിനകത്ത് ആഡ് ചെയ്യുക, തെറി വിളിക്കുക, അതൊക്കെയാണ് ചെയ്യുന്നത്. പറഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് അണ്ണൻ നിങ്ങളോട് പറയുകയാണ്. കാരണം അണ്ണൻ അതിൽ ഉണ്ടായ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അണ്ണൻ, അല്ലേ? അപ്പോൾ അണ്ണൻ പറഞ്ഞിട്ടും അവർ ആ ഗ്രൂപ്പ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൂടെ എന്നെ പിടിച്ച് ആഡ് ചെയ്തു. ഞാൻ ലെഫ്റ്റായി പോകുന്നു. പെരേരേനെ ആഡ് ചെയ്യും, ബ്രൈറ്റിനെ ആഡ് ചെയ്യും, വിനീത് ഭായിനെ ആഡ് ചെയ്യും, അല്ലേ? അങ്ങനെ അപ്പോൾ ലിബിൻലിനെ ആഡ് ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് ആറാട്ടെണ്ണം പറഞ്ഞ് ലിബിൻ ബ്രോയ്ക്ക് കൊടുക്കുക. ആറാട്ടന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ലിബിനിലേക്ക് കൈമാറും. ഞാൻ ഇവർ എൻ്റെ പേരിലാണ് ഗ്രൂപ്പ് തുടങ്ങിയത്. എൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല. മൈക്ക് ഇതാണോ? ആറാട്ടനും പിള്ളേർ പറഞ്ഞ ലാലേട്ടനും പിള്ളേർ പറഞ്ഞ തുടങ്ങിയ ആ പേരിൽ തുടങ്ങിയതാണ് ആറാട്ടൻ്റെ ലോകം. ആറാട്ടൻ ലോകം ഉണ്ട്, ആറാട്ടൻ പിള്ളേർ 2 ഗ്രൂപ്പുണ്ട്. ഫേസ്ബുക്കിലും ഉണ്ട്,
വാട്സപ്പിലെല്ലാം ഉണ്ട്. എനിക്ക് പിന്നെ ഇടയ്ക്ക് അസോസിയേഷൻ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇവരൊരു ബേസിക് മര്യാദയാണ് എൻ്റെ കയ്യിൽ പെർമിഷൻ വാങ്ങിക്കുക. എൻ്റെ പേരിൽ തുടങ്ങിയപ്പോൾ ആ പെർമിഷൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാൻ എപ്പോഴൊക്കെ ലെഫ്റ്റ് ചെയ്താലോ അപ്പോൾ തന്നെ വീണ്ടും വീണ്ടും ആഡ് കാണിക്കുക. അഭിലാഷ് ചേട്ടൻ്റെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ആയതല്ല ഒരുപാട് പേര് തുടങ്ങി. ഇവർക്ക് ഒരു തമാശയാണ്. ഞാൻ പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി എനിക്കില്ല, ഇതിനുള്ള ഉത്തരവാദിത്തം എനിക്കില്ല പറഞ്ഞാൽ ഗ്രൂപ്പ് പ്രവർത്തിക്കൊണ്ടുള്ളതാണ്. പിന്നെ വന്നു. ഇപ്പം രണ്ടാമത് വീണ്ടും ഈ ട്രാൻസ്ലേറ്റ് പറയുന്ന ആൾ പറയുന്നു അവർക്ക് അശ്ലീല മെസ്സേജ് ഇവർ അയച്ചെന്ന് എന്ന് പറയുന്നു. കണ്ടിട്ടില്ല, ജീവിതത്തിൽ കണ്ടില്ലാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. ഈ വ്യക്തിയെ കണ്ടിട്ടുമില്ല. എനിക്കാണ് ഈ 5 പേര് ഒന്നുമില്ല. കാരണം ഞാൻ ഫോൺ നമ്പറും ഇല്ല, സംസാരിച്ചിട്ടും ഇല്ല. ജനങ്ങൾ തന്നെ പറഞ്ഞു അവസാനം രണ്ടിടത്ത് അല്ല രണ്ടിടത്ത് എന്താണ് എൻ്റെ സാഹചര്യത്തിൽ വേറൊരാളാണെങ്കിൽ വല്ല ആത്മഹത്യ. കാരണം അന്ന് വന്നപ്പോഴും എൻ്റെ ഫോട്ടോ ആണ് മെയിൻലി കാണിച്ചത്. ഒരു ദിവസം മുഴുവൻ ചാനലുകളിൽ എൻ്റെ ഫോട്ടോ കാണിച്ചത് ആറാട്ടർ എന്ന് പറഞ്ഞു. ഇന്നാൾ വന്നപ്പോഴും സന്തോഷ് യൂട്യൂബർ സന്തോഷ് വർക്കി എന്ന് പറഞ്ഞാണ് 24 ന്യൂസ് വീണ്ടും വന്നത്. ഞങ്ങൾ 24 ന്യൂസ്, മനോരമ, ഏഷ്യാനെറ്റ് ഇവർക്കെല്ലാം ഡിഫമേഷൻ കേസ് കൊടുക്കാൻ പോവുകയാണ്. ട്രാൻസ്ജെൻഡർ, സ്മാർട്ട് ഫിക്സ് മീഡിയ, മലയാളി വാർത്ത എല്ലാവർക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുക്കുകയാണ്. പക്ഷെ എന്ത് കൊടുത്താലും എന്തിട്ടാലും ഞങ്ങളുടെ പേരാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ മോശക്കാരായി. ഞങ്ങളിപ്പോൾ പീഡന പേരാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിലുള്ള കമൻസിൽ എഴുതുന്നത് അങ്ങനെയാണ്, പീഡന പേരമാണ് അങ്ങനെയായിട്ട് അറിയപ്പെടുന്നത്. ഇതിന് ആകെ സൊല്യൂഷൻ എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇവർ തെറ്റാണ് ഇവർ പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഇവർക്കെതിരെ ആക്ഷൻ എടുക്കണം. അങ്ങനെ ഒരു സംഭവം വന്നാൽ മാത്രമേ ഈ നിയമം മിസ്യൂസ് ചെയ്യാൻ നിർത്തുള്ളൂ. ഇത് ഒരാളുടെ ജീവിതം വെച്ച് കളിക്കണം. ഇല്ല, ഏറ്റവും പോപ്പുലാരിറ്റി എനിക്ക് എൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എൻ്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ഇപ്പോൾ ജീവനോടെ ഇരിക്കില്ല. അങ്ങനെയാണെങ്കിൽ സംഭവങ്ങൾ വേറെ രീതിയിൽ പോയാണ്. ഞാൻ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ മദർ ഉണ്ടായതുകൊണ്ടാണ്, എൻ്റെ മദർ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ അതുകൊണ്ടും ചിന്തിക്കാത്തത്. സൗഹൃദങ്ങൾ തെറ്റിക്കുന്നതല്ലേ ഇവരെ പരിപാടി? ഈ ഗ്രൂപ്പുകാരെ പരിപാടി ആ ഗ്രൂപ്പിനെ കുറിച്ച് ലിബിൻലി പറയും. റിവ്യൂർ അത് പിന്നെ പറയാം. അതേ പുള്ളി പറയട്ടെ. കുറെ നേരം ഇപ്പൊ പുള്ളിനെ കുറ്റപ്പെടണം. ലൈവ് പോകണ്ടേ ഫേസ്ബുക്കിൽ? അതെ, ഞാൻ ലിബില്ലി. അപ്പോൾ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല. ഒരാളാണ് ഞാൻ. എന്നാലും ഞാൻ വന്ന് ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞായിരുന്നു. അതായത് ആറാട്ടൻ്റെ ലോഗോ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് അതിൽ കുറേ തവണ ആളെ കയറ്റി അവഹേളിച്ചു എന്നൊക്കെ പറയണ്ടേ. സത്യമാണ് ആ കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ അതിലൊരു ഇരകളാണ് ഞാനും, ആറാട്ടനും, പെരേര, ആട്ടായം, നിതീഷ്, ബ്രൈറ്റ് എല്ലാവരും അതിൽ ആ ഗ്രൂപ്പിൻ്റെ എല്ലാവരും അതിലൊരു ഇരകളാണ്. തമാശ. അതായത് ജോലിയും കൂലി ഇല്ലാണ്ട് നടക്കണ കുറേ ചെറുപ്പക്കാർ പിള്ളേർ, ഈ എന്താ പറയുക, ഇപ്പോൾ തിന്ന് നടക്കണ കുറേ പേരില്ലേ, അങ്ങനെയുള്ളവന്മാർ വെറുതെ നേരം പോക്കിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ആറാട്ടൻ്റെ ലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പ്. അതിൽ 100 തവണയെങ്കിലും ഞാൻ ലെഫ്റ്റായി പോന്നിട്ടുണ്ട്. എന്നാലും ലെഫ്റ്റായി പോന്നാലും ഇവരെ ആഡ് ചെയ്യും, വീണ്ടും ആഡ് ചെയ്യും, അല്ലെങ്കിൽ ലിങ്ക് ഇട്ട് തരും, കയറ് അങ്ങനെയൊക്കെ കാര്യം പറഞ്ഞ്. അതെ, ഇത് തന്നെ. അതായത് എനിക്കൊരു ജോലിയുണ്ട്, എനിക്ക് ഫുഡ് ഡെലിവറിയാണ് ജോലി. ഞാൻ ആ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവന്മാർ വിളിച്ച് ഈ തെറിയുടെ മേനെയാണ്. അതായത് രാത്രി 2 മണിക്കൊക്കെ വിളിച്ച് തെറി പറയാം. അത് നമ്മൾ തിരിച്ച് തെറി പറയുമ്പോൾ നമ്മൾ പറയണ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് അവന്മാർ ഫേസ്ബുക്കിലിട്ട് ഭയങ്കര ഇത്. അത് കഴിഞ്ഞ് പിന്നെ അപ്പോൾ പറയാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ എനിക്കൊരു ആക്സിഡൻറ്റ്, ഒരു സംഭവം പറ്റിയായിരുന്നു, എടപ്പള്ളിയിൽ വെച്ച് പറ്റിയായിരുന്നു. അപ്പോൾ അതിൽ കഴിഞ്ഞപ്പോൾ ഇവന്മാർ കുറച്ച് പൈസ കൊണ്ടുവന്ന് തന്നു. അതായത് അന്ന് കാര്യം പറഞ്ഞാൽ എനിക്ക് പൈസയുടെ ആവശ്യമൊന്നും ഉണ്ടായില്ല. കാരണം ഗവൺമെൻറ് ആശുപത്രിയിൽ ക്ലെയിമുള്ള എനിക്ക് എന്ത് പൈസയുടെ ആവശ്യം വരാനാണ്? എന്നാലും ഇവന്മാർ, ഞാൻ പറഞ്ഞു പൈസ വേണ്ട, കാരണം ഞങ്ങൾക്കറിയാം, അതായത് എനിക്കും അറിയാം, എൻ്റെ അമ്മയ്ക്കും അറിയാം, പൈസ വാങ്ങിക്കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം ഇവന്മാർ കണക്ക് പറയുന്നു. കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ കണക്ക് ഇവന്മാർ പറഞ്ഞു. അതായത് തന്നതല്ലേ നിങ്ങൾക്ക് പൈസ തന്നതല്ലേ, പിന്നെ എന്നിട്ട് നിങ്ങൾ തെറി വിളിക്കണം എന്തിനാന്ന്? സത്യം പറഞ്ഞാൽ തെറി വിളിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇവരുണ്ടാക്കുന്നതാണ്. കാരണം നമ്മൾ ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ബൈക്കിലൊക്കെ ഇടില്ല. നമ്മൾ ഈ ജോലി അതന്നെ, എന്നിട്ട് നമ്മളെ അവഹേളിക്കും. ഇപ്പൊ എല്ലാവരും എന്നെ വിളിക്കുന്നത് കരടിന്ന്.
അട്ടയത്തിനെ വിളിക്കുന്നത് കാമക്കരടിന്ന്. എന്തർത്ഥത്തിലാണ് പറയണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതന്നെ. അത് കഴിഞ്ഞ് പക്ഷെ ഈ പറയണവന്മാര് കരിങ്കോരങ്ങിനെ പോലെ ഇരിക്കണവന്മാരാ, അത് വേറെ കാര്യം, അതിനൊന്നും പറയല. പ്രധാനമായിട്ടും അല്ല അതന്നെ ഞാൻ പറയും നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നതിന്റെ സമയത്താണ് ഇവന്മാരെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നത്. അല്ല വേറെ നിൽക്കെ ഞാൻ ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. ഒരു കാര്യം കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഈ ഇപ്പം ഞാൻ പറയാം, ഞാനിങ്ങനെ ബൈക്ക് ജോലി ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഇവന്മാരെ വിളിച്ച് ശല്യം ചെയ്യണ ശല്യമായ കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഒരു പിണ്ണാക്കും അവർ ആ സ്റ്റേഷനിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു നീതി എനിക്ക് കിട്ടിയിട്ടില്ല. അവസാനം ഒരു ആക്ഷൻ ഉണ്ടായില്ല. അല്ല പറയട്ടെ അല്ല ഞാനൊരു കാര്യം പറയട്ടെ. അതല്ല എന്നിട്ട് നീ ഇതിലും വലിയ തരികൾ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അത് പിന്നെ വേറെ കാര്യമുണ്ട്. അമ്മയില ആർട്ടിസ്റ്റുകളെ ഈ ഗ്രൂപ്പിൽ കൊണ്ടിട്ട് കുറച്ച് ദിവസം അതേപോലെ തന്നെ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നീതി കിട്ടാത്ത കാരണം ഞാൻ അവസാനം പോലീസ് സ്റ്റേഷനിലിട്ട് ഇവന്മാരെ തല്ലേണ്ട ഒരു അവസ്ഥ വന്നു. ഇതാണ് പറയണേ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു നീതി കിട്ടാത്ത കാരണം സ്റ്റേഷനിലിട്ട് വരെ തല്ലിയത് ഞാൻ അവന്മാരെ. കാരണം നമ്മുടെ ടെൻഷൻ കയറ്റി അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങണ ഒരു പരിപാടിയില്ലേ, അതാണ് അവന്മാർ ചെയ്തോണ്ടിരിക്കുന്നത്. അതെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിലെ കൊണ്ട് ഇട്ട് നമ്മളെ പെടുത്തിയാൽ ഇന്നാളെ ആ ഗ്രൂപ്പിൽ മെൻസ് അസോസിയേഷനിലെ എനിക്കും സന്തോഷം മാത്രമേ ഈ നമ്പേഴ്സ് ഉള്ളൂ കടന്മാരുടെ. പക്ഷെ ഇത് ഇങ്ങനെ തപ്പിക്കൊണ്ട് പിടിച്ച് ഇടുന്നു, അത് തെറ്റാണെന്ന് മാത്രം പറയാം. കാരണം ഈ ആർട്ടിസ്റ്റ് അസോസിയേഷനിൽ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. ഈ ആട്ടയത്ത് വരെ ആർട്ടിസ്റ്റുമായിട്ട് ഗ്രൂപ്പ് ഉണ്ട്. എനിക്ക് ഇത്രയും പറയാനുള്ളൂ. അത് വേറെ ഒന്നല്ല, ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇമാതിരി ഒരു ഗ്രൂപ്പാണ്. അതില് എടുത്തു പറയേണ്ട ആൾക്കാരുടെ പേര് എന്ന് പറഞ്ഞാൽ ഒരു രോഹിത് എന്ന് പറഞ്ഞവനുണ്ട്, ഒരു നിതീഷ് എന്ന് പറഞ്ഞവനുണ്ട്, പിന്നെ അതേപോലെ തന്നെ സജാദ്. അവൻ ഒരു മാന്യനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം വലിയ രീതിയിൽ പക്ഷെ എങ്ങനെയാന്ന് പറഞ്ഞു എനിക്ക് അവനെ കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടായില്ല. കളിയാക്കൽ അങ്ങോട്ടും അതൊക്കെ നമ്മൾ സ്വീകരിക്കും. പക്ഷെ ഈ എങ്ങനെ പറയാം, ഇപ്പൊ അമ്മയ്ക്ക് വിളിക്കലും കാര്യങ്ങളൊക്കെയാണ്. അതായത് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അല്ല നിതീഷ് അല്ല ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ജോലിയുടെ ഇടയ്ക്ക് യുവമാര് വിളിക്കുമ്പോൾ നമ്മുടെ വായിന്ന് വന്നത് പച്ചത്തെറിയായിരിക്കും. ഇത് യുവമാര് കേൾക്കാൻ വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കും. അതന്നെ. ഇല്ല, പോലീസിലൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അല്ല എന്നെ DGPയുടെ ഓഫീസിൽ നിന്ന് വരെ വിളിച്ചായിരുന്നു. ഞാനിങ്ങനൊക്കെ പരാതി കൊടുത്തിട്ട് അവരൊക്കെ വിളിച്ചിട്ട് അവർക്ക് ഒരു ന്യായം അത് ഇവർക്ക് പറയാനില്ല. പ്രശ്നം തുടങ്ങി ഹേമ കമ്മിറ്റി വന്നപ്പോൾ സിനിമ നടന്മാരെ തേജോനം ചെയ്യാനും നമ്മളെ കുറച്ചുകൂടി കരിവാരി തേക്കാനും. കാരണം സന്തോഷ് വർക്കിക്ക് എനിക്ക് കുറച്ച് പേരുണ്ട്, സിനിമാക്കാരായിട്ട് കമ്പനി ഉണ്ടതുകൊണ്ട് ആ കമ്പനി പൊട്ടിക്കാൻ വേണ്ടിയാണ് ഇവർ കളിക്കുന്നത്. ഇപ്പൊ ഈ വനിതാ തിയേറ്ററിൽ പടം കാണാൻ വന്നവരെല്ലാം അവരൊരു കോമാളികളാണ് അവരുടെ ഒരു വിചാരം. അത് വനിതാ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞു. കോമാളികളല്ല. ജിതിന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവന് എന്തിനാ വന്നതെന്നറിയോ, കങ്കുവ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഒരു ഇത് ചെയ്തു, കങ്കുവ. പിന്നെ അതുപോലെ തന്നെ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം പുഷ്പ ചെയ്തു. ജിതിൻ പുഷ്പ ചെയ്തു, കങ്കുവ ചെയ്തു, സ്റ്റാൻഡേർഡായിട്ട് ചെയ്തു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ വരുന്നതെന്ന് പറഞ്ഞൊരു സന്തോഷം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് സിനിമ. അതല്ലടാ, അത് കോമാളികളല്ല അവിടെ വന്നിട്ട് ഒരു സിനിമയെ വിജയിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിക്കുന്ന കോമാളിത്തരങ്ങളല്ല. സിനിമയിൽ കയറി കാരണം സത്യം പറയും ഈ ഒരു കാര്യം വേണ്ടി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരാളെ വേദനിപ്പിച്ചിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുക അല്ലണ്ണ. ഈ ന്യൂസ് വരുന്ന തലേ ദിവസം അനൂപ് ജാങ്കോൻ ആൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, നിങ്ങളധികം സന്തോഷിക്കേണ്ട, നിങ്ങൾക്ക് പണി വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇതെല്ലാം പ്ലാൻഡാണ്. ഇപ്പോൾ ആട്ടായാലും ഞാനായാലും പെരേര ആയാലും ബ്രൈറ്റ് ആയാലും ഞങ്ങൾ കുറച്ച് ഫേമസ് ആയി അങ്ങനെ വരുന്നത് ഇവർക്ക് സഹിക്കാൻ വയ്യ. ഇത് പിന്നെ ഒരു അസൂയ സംഭവം നടന്നിരിക്കുന്നത്. ഇതിൽ എൻ്റെ പേര് ആഡ് ചെയ്താണ് എനിക്ക് ഒട്ടും മനസ്സിലാവാത്തത്. അത് അവസാനം വന്നാണ് ഓൺലി പബ്ലിസിറ്റി. രണ്ടിടത്തും
എൻ്റെ ഫോട്ടോ ആണ് മെയിൻലി ഉപയോഗിച്ചിരിക്കുന്നത്. അതെ പത്രത്തിൽ വരാണ് എന്റെ ഫോട്ടോ വെച്ച് എന്റെ പേര് അതെ മനോരമ ന്യൂസിൽ മനോരമ പത്രത്തിൽ എന്തായാലും ഇവർക്കത് ഡിഫമേഷൻ കേസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ സംശയമില്ല. ഇത് നമുക്ക് ചീത്തപ്പേരുണ്ട്, നല്ല പേരല്ല. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പേര് ഇനി ഞങ്ങൾ നിഷ്കളങ്കം പ്രൂവ് ചെയ്യുമ്പോൾ ഒരു മീഡിയ ആരും ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങൾക്കാണ് നഷ്ടപ്പെട്ടത്. ഞങ്ങളുടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഇരയുടെ ചിത്രം ഇങ്ങനെ സാധാരണ മറ്റേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കില്ല, വീഡിയോ പബ്ലിഷ് ചെയ്യില്ല. പക്ഷേ ഇത് വീഡിയോ ആയിട്ട് തന്നെയാണ് ഇന്റർവ്യൂ ഓൺലൈൻ മീഡിയക്ക് പകരം ന്യൂസ് ചാനലാണ് കൊടുക്കുന്നത്. മനസ്സിലായി. പിന്നെ FIR കിട്ടാതെയാണ് സ്മാർട്ട് ഫിക്സ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. പെരേര ഒരു കാര്യം ചെയ്യട്ടെ, പെരേരയുടെ ഒരു ഗേൾസ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണത്? ഗേൾസ് ഗ്രൂപ്പ് ക്രിയേറ്റ് പെരേര ഫാൻസ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം? അലിൻ ജോസ് പെരേര ഫാൻസ് എന്ന് പറഞ്ഞ നീറ്റ് ഗേൾസ് അല്ലാട്ടത്, ബോയ്സ് തന്നെയാ. അത് കാരണം വെച്ചാൽ പെരേര പൊട്ടത്തിറത്തി ചെന്ന് ചാടരുത്. അല്ല ഗേൾസ് അല്ല, അത് എല്ലാ ആണുങ്ങൾ തന്നെയാ. തനിക്കതെന്തോ കുശുമ്പുണ്ടെന്ന് ഗേൾസ് അല്ലാതെ തനിക്ക് കല്യാണം ഉണ്ടെന്നല്ല, അതൊക്കെ ഫേക്ക് ആണത്. കുശുമ്പുണ്ട്, തനിക്കെന്തോ 3 മക്കളും ഭാര്യമാരൊക്കെ ഉണ്ട്. പക്ഷേ അത് ഫേക്കാണ്. തനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചെയ്തോളാം. തന്റെ കല്യാണം ഉണ്ടോ? ട്രോളാട്ടാ, ഇത് വീട് ട്രോളാ. ഒരു 1000-കണക്കിന് പ്രപ്പോസ് വരാനുണ്ട്. എന്തായാലും അടുത്തൊരു മാർച്ച് 6-നുള്ളിൽ എന്റെ കല്യാണം ഉണ്ട്. പക്ഷെ കാതൽ പോലെ ആവരുത്, കാതൽ പോലെ ആവരുത്. അപ്പൊ അണ്ണാ പെരേര നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ വേറെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം, വേറെ സെപ്പറേറ്റ്. ഇതൊന്ന് പറഞ്ഞ് തീർക്കട്ടെ മൊത്തത്തിൽ ലാസ്റ്റ്. അപ്പൊ പെരേര മതി ഒന്ന് നിർത്തോ, ഒന്ന് സംസാരിച്ചോട്ടെ. ഇടാടാ ശരി അതൊക്കെ ഓക്കെ. ഞാൻ പറയുന്നേ അവസാനമായിട്ട് എനിക്ക് ഇത്ര എടാ പെരേര ഞാൻ അത് ശരി അല്ല ലാസ്റ്റ് ഒറ്റ വാക്കും. ശരി ഉമ്മണ്ടായി. അവസാനമായിട്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബിൻ ബ്രോ പറഞ്ഞ പോലെ തന്നെ ആറാട്ടെണ്ണൻ്റെ ഗ്രൂപ്പിൽ അനൂപ്, ജാങ്കോ, പിന്നെ രോഹിത്തിനൊക്കെ വിനീതേട്ടൻ വിളിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അന്ന് എല്ലാവർക്കും നമുക്കിട്ട് ഒന്ന് പണിയണം, അതിനുവേണ്ടിയാണ് അവർ ചെയ്തത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നിയമത്തിനെയും ജനങ്ങളെയും വരെ പറ്റിച്ചു. പല ആൾക്കാരും ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിപ്പുണ്ട്. ഒരു പുള്ളിക്കാരി എന്നെ നേരിട്ട് പോലും അറിയാത്തൊരു പുള്ളിക്കാരി ഒരാളോട് പറഞ്ഞതാണ്, ബ്രൈറ്റും ആറാട്ടണ്ണനാണ് അത് ചെയ്യും. ഈ റിയയുടെ വിഷയത്തിൽ ഞാൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് റിയക്കെതിരെ പരാതി കൊടുക്കാൻ പോയതാണ്. ഇവർ പറയുന്നതിന് ഒരു മിനിറ്റ് ഒരു തെളിവില്ല, ഒന്നുമില്ല. അപ്പോൾ ഇവരെ നിയമത്തിന് ഞാൻ പറയുന്നത് ഇത്രേ ഞാൻ പറയുന്നത് ഈ 5 ഇവർ പറഞ്ഞു ഞങ്ങൾ ഒരു മിനിറ്റ് ഇവർ പറഞ്ഞു ഞങ്ങൾ പവർ ഗ്രൂപ്പാണെന്ന്. ശരിയാ, ഞങ്ങൾ പവർ ഗ്രൂപ്പ് തന്നെ. ഈ 5 പേർക്കെതിരെ ഇത്രയും വിഷയം വന്നിട്ട് ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ മറക്കത്തില്ല. കാരണം ഇവനെ നാളെ അകത്താക്കണം, ഇങ്ങനെയുള്ള സാമൂഹിക വിപത്ത്. അതുമല്ല പിള്ളേരിലേക്ക് MDMA കച്ചവടം ചെയ്യുന്നത്. ഇത് ശാലിം പറയണം, അദ്ദേഹം പറഞ്ഞ റെക്കോർഡടക്കം നമ്മളെ ഉണ്ട്. അയാൾ പറഞ്ഞിട്ടുണ്ട് സർജറി ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ എടുത്തപ്പോഴത്തേക്കിനും ഇങ്ങനെ പീഡനം നടന്നതായിട്ട് തെളിവില്ല. അപ്പോൾ ഇവനെ ഇത്രയും തെളിവുകൾ കൊടുത്തിട്ട് നിയമ നടപടികൾ എടുക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങൾ അനുഭവിച്ച അന്നത്തെ ഒരു വേദനയുണ്ട്. ഞങ്ങളെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് വിളിച്ച്, വീട്ടുകാരെ വിളിച്ചില്ല, വീട്ടുകാർക്ക് എന്താണെന്നറിയാം, പക്ഷെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് വിളിച്ച് പരിഹസിക്കാനായിട്ട്. പക്ഷേ ഞാൻ പറയുകയാണ്, ഞങ്ങളെപ്പോലുള്ളവർക്ക് നീതി വേണം. ഇതേപോലെ ഇനി സംഭവിക്കാൻ പാടില്ല. ഈ കേരളത്തിൽ നിന്നല്ല, എങ്ങും സംഭവിക്കാൻ പാടില്ല. അതെനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുക. ഒറ്റ കാര്യം പറയാൻ പറ്റിയില്ല. ഒന്ന് തരാം മൈക്ക് സമയം. ഒറ്റ കാര്യം പറയാണ്ടേ, ഒരു കാര്യമുണ്ട്. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ പ്രശ്നം വന്നപ്പോൾ എൻ്റെ പടം വരെ വെച്ചൊരു പ്രോഗ്രാം എനിക്ക് തന്ന. അപ്പോൾ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ സത്യമാണെന്ന് കരുതി ഇവരെല്ലാം എന്നെ നിന്ന് ഒഴിവാക്കി. അങ്ങനെ എനിക്ക് ഒരുപാട് മാനസിക എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഫ്രണ്ട്ഷിപ്പിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ പ്രശ്നം വന്നപ്പോൾ. സത്യം പറഞ്ഞ കേസ് വന്നപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ. പിന്നെ ഒരു കാര്യം, റിയ എന്ന് പറഞ്ഞൊരു കുട്ടി നേരത്തെ ഇവൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തൊരു സംഭവം എല്ലാവർക്കും അറിയുന്ന കേസാണ്. കംപ്ലൈൻറ്റ് കൊടുത്തില്ല, നിൽക്കണ ഓക്കെ മീഡിയയിൽ വന്നു. ഈ ആ കുട്ടി ഇവനൊരു വോയിസ് അയച്ചു. ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് പോകേണ്ട ഓക്കെ നല്ല കാര്യം. പക്ഷേ ആ വോയിസ് ഇട്ട് ദൈവാനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കും. കാരണം നീ ഒരിക്കലും എന്നെ പീഡിപ്പിച്ചിട്ടുമില്ല, അത് ഞാൻ എന്തോ എന്താ പറയുക ഏതൊരു ചാനലിന് വേണ്ടി പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം, ഈ റിയയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ പെരേരയ്ക്ക് തെറിയായിരുന്നു, ബ്രൈറ്റിന് തെറിയായിരുന്നു, എനിക്ക് തെറിയായിരുന്നു, അല്ലേ? എന്തോ
ചാനലത് മാനിപ്പുലേറ്റ് ആ അങ്ങനെ ചെയ്തു എന്നാണ് പറയുന്നത്. അല്ല ഞാനല്ല ഒരു ചാനൽ മാത്രമേ അതിനെതിരെ ആ അങ്ങനെയാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പൊ ഒരു കാര്യമുണ്ട്, പ്രഷറോട് കാര്യം ചെയ്യാത്ത തെറ്റിന് വരെയാണ് ആൾക്കാർ തെറി വിളിക്കുന്നത്. ഇല്ല പേരെ ചെയ്യാത്ത തെറ്റിന് വരെ. ഈയിടെ അനൂപ് ബ്ലോഗിൽ ഈ വോയിസ് ഇട്ടപ്പോഴാണ് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുകയാണ്. ഒരു ചേച്ചി ചോദിച്ചു അതൊക്കെ തെറ്റാ, അത് ചുമ്മാ പറഞ്ഞായിരുന്നില്ലെന്ന്, അതായത് ക്രിയേറ്റ് ചെയ്തായിരുന്നില്ലെന്ന്. ഞങ്ങളെല്ലാം വിശ്വസിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പെരേര അങ്ങനെ ചെയ്തത്. അവർ എൻ്റെ പൊന്നെ ചോദിച്ചാൽ അങ്ങനെ സംഭവമൊന്നുമില്ല. അവൻ ഡാൻസ് കളിച്ചു, കുറേ വീഡിയോസ് പോസ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷെ അവളെന്തോ റീച്ചിന് വേണ്ടി എന്തോ സംഭവം പറഞ്ഞതാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കേസും ഇതുപോലെ ഫേക്കാണ്, ഫേക്ക് തന്നെയാണ്. കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ അടിയിൽ നേരി കാണുന്നത്. അതായത് എന്തോ വോയിസ് അറിയയുടെ വോയിസ് ആ കേട്ടില്ല, മഞ്ഞപ്പത്രക്കാരും മീഡിയക്കാരും പറഞ്ഞിട്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്താണ് അത് ആദ്യം കൊണ്ട് ചുമ്മാ വിളിച്ചു വരുമ്പോൾ എല്ലാവരും വിശ്വസിക്കണം. ഈയിടെ ആദ്യം ആരെ കൊണ്ടുവന്ന വീഡിയോ ഇട്ടതാ ഏതാ ചാനലാണ്? അത് സ്മാർട്ട് ബിഗ് മീഡിയ. ഇത് ആ മീഡിയ തന്നെയാണ്. എന്തായാലും ആറാട്ടൻ്റെ ലോകം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിനോടൊരു കാര്യം, നിങ്ങൾ ഇനിയെങ്കിലും ആ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുക. ഞങ്ങളെപ്പോലുള്ളവരെ കളിയാക്കാണ്ട് തെറി വിളിക്കാണ്ടിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. അണ്ണം പറയുന്നു ഫസ്റ്റ് റിവ്യൂ ഇങ്ങനത്തെ ഇത് പറഞ്ഞ എൻ്റെ കേസ് മാത്രമല്ല, ഒരുപാട് ഫോൾസ് അലിഗേഷൻസ് വരുന്നുണ്ട്. നിവിൻ പോളിയുടെ പേരിൽ വന്നു. ഇത് ചിലർക്ക് ചില സെക്ഷന് അനുകൂലമായി കൊടുക്കുന്ന നിയമങ്ങൾ മിസ്യൂസ് ചെയ്യാം. ഇതുകൊണ്ട് പലരുടെ ജീവിതം വെച്ച് കളിക്കണം. ഇപ്പോൾ ഈ ഗ്രൂപ്പാണെങ്കിൽ ആരാട്ടണ പിള്ളേ ഗ്രൂപ്പാണെങ്കിലും അവർക്ക് തമാശയാണ്, പക്ഷേ അവർ ഞങ്ങളുടെ ജീവിതം വെച്ച് കളിക്കണം. ഇങ്ങനത്തെ ഫോൾസ് അലിഗേഷൻസ് കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടം വേറെ ആൾക്ക് ഉണ്ടാവരുത്. ആ ഗ്രൂപ്പ് വേണ്ട, അത് നേരത്തെ പറഞ്ഞതാണ്. ആ ഗ്രൂപ്പ് വേണ്ട, ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്താണ്. ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. ഇനി ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം വേറെ ആൾക്ക് ഉണ്ടാവരുത്. ഈ ഫോൾസ് അലിഗേഷൻസ് ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്, വാട്സാപ്പ് അല്ല. ഇന്നിപ്പോൾ ഈ കേസ് വന്നപ്പോൾ ഞങ്ങൾ 5 പേരിൽ ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിക്കുക. ഞങ്ങൾക്ക് എല്ലാ രീതിയിലും നഷ്ടങ്ങളുണ്ടായിരിക്കണം. ഈ ഞങ്ങൾക്ക് ഉണ്ടായ നഷ്ടങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല. വിനീതിന് എന്ത് പറയാനുണ്ട്? വിനീത് ഭായിക്ക് എന്താ പറയാനുണ്ട് ലാസ്റ്റ് ആയിട്ട് കേട്ടോ? ഇതിന്റെ കേസിന്റെ ആസ്പദമായി വന്ന ആളാണ് വിനീത് ഭായ്, അറിയാലോ. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പേരിൽ വരുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇവരാരും ഈ പറഞ്ഞ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടില്ല. ഈ നിമിഷം ബ്രൈറ്റും കണ്ടിട്ടില്ല. അപ്പോൾ വിനീത് ഭായ് മാത്രമാണ് വ്യക്തിയെ കണ്ടിട്ടുള്ളൂ. എൻ്റെ സ്ഥാപനത്തിൽ ഇവർ ഈ പറഞ്ഞ ഡാനിയൽ സേവർ വന്നു. അങ്ങനെയാണ് ഇവൻ വഴിയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്കെതിരെ ഈ വന്ന ആരോപണങ്ങൾ കൃത്യമായി തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും. അല്ലാത്ത പക്ഷം ഞാൻ ഇതിൽ കുറ്റക്കാരനാവാൻ ഞാൻ തയ്യാറല്ല. കുറ്റക്കാരനല്ലെങ്കിൽ ഞങ്ങളെ അത് 24 തന്നെ അത് പറയണം. 24 പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്തരത്തിലുള്ള മരവാഴകളെ റിപ്പോർട്ടർമാരായിട്ട് വയ്ക്കരുത്. വ്യക്തമായിട്ട് മാധ്യമധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വയ്ക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും നല്ല മീഡിയസുകാരെല്ലാം നല്ലവരാണ്. ഇതുപോലെ ജസ്റ്റ് എന്തിനൊക്കെ വേണ്ടി ചെയ്യുന്ന ആൾക്കാർ പറയാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, താങ്ക് യു.